ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോവാം. ചെരുപ്പ് കമ്പനി ടാസ്ക് തുടങ്ങി. നൂറയ്ക്ക് ഗോൾഡ് കോയിൻസും അതേപോലെ ജോലിക്കാരായിട്ടുള്ള അഭിലാഷ്, അക്ബർ, മസ്താനി, ബിന്നി, ഒനീല്, ആദില, ഷാനവാസ്, ലക്ഷ്മി, ജിഷിൻ എന്നിവർക്ക് എല്ലാവർക്കും തന്നെ കോസ്റ്റ്യൂംസ് ഒക്കെ ലഭിച്ചു. ഇവര് മാത്രമേ ഇന്ന് ടാസ്ക് ചെയ്യുകയുള്ളൂ എന്നാണ് തോന്നുന്നത്. ബാക്കിയുള്ളവർ നാളെയാണെന്നാണ് തോന്നുന്നത്. അങ്ങനെയാണ് ഈ ഒരു ടാസ്ക്. 2 ദിവസമേ ഉള്ളൂ. പിന്നെ നൂറയാണല്ലോ മുതലാളി. അപ്പൊ നൂറയുടെ പുറകെ ചിലർ നടക്കുന്നുണ്ട്. ഇന്ന് ജോലി വേണം എന്ന് പറഞ്ഞു. റെന ഫാത്തിമ, അനീഷ്, പിന്നെ അനിമോൾ പ്രവീൺ കോംബോ. ചിലർ ഭയങ്കര വെറുപ്പിക്കലായിരുന്നു. റെന ഫാത്തിമയൊക്കെ നല്ല വെറുപ്പിക്കലായിരുന്നു. അനിമോൾ പ്രവീൺ കോംബോ പ്രതീക്ഷിച്ച അത്ര ഫണ്ണൊന്നും ആയിരുന്നില്ല. ഒരു ചീറ്റിപ്പോയ ഒരു പടക്കം പോലെയാണ് തോന്നിയത്. ആ പ്ലാച്ചിപ്പാവയൊക്കെ അവരുടെ ആക്ടിലെ പ്രോപ്പർട്ടി ആക്കി മാറ്റുന്നുണ്ടായിരുന്നു വളരെ ബ്രില്യൻ്റ് ആയിട്ട്. ഈ കുഞ്ഞിന്റെ മുഖത്തേക്ക് ഒന്ന് നോക്കൂ മാഡം, ജോലി തരൂ എന്നൊക്കെ പറഞ്ഞിട്ട് സെന്റർ ട്രാക്ക് ഒക്കെ പിടിക്കുന്നുണ്ട്. എനിക്ക് ആകെ ചിരി വന്ന് ഇത് കണ്ടു നിന്ന് അക്ബറിന്റെ ഒരു കൗണ്ടർ കേട്ടിട്ടാണ്. സീരിയൽ സെറ്റിന് തീയിട്ടിട്ട് വരുന്ന ഒരു നടിയാണ് മാഡം, സൂക്ഷിച്ചോണം എന്ന് അക്ബർ പറയുന്നുണ്ടായിരുന്നു. ഇവര് നൂറയുടെ പുറകെയായിരുന്നു ജോലി വേണമെന്ന് പറഞ്ഞിട്ട്. അതൊക്കെ ഒരു സൈഡിൽ ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ടാസ്കിൽ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓർഡേഴ്സ് കൃത്യമായിട്ട് കംപ്ലീറ്റ് ആക്കാൻ തൊഴിലാളികളെ കൊണ്ടായില്ലെങ്കിൽ അത് നൂറയുടെ സൂപ്പർ പവേഴ്സിനെ ബാധിക്കുമെന്ന് നൂറയെ ബിഗ് ബോസ് കൺഫെഷൻ റൂമിലേക്ക് വിളിപ്പിച്ച് പറഞ്ഞിരുന്നു. പിന്നെ ടൈം ലിമിറ്റ് മുൻകൂട്ടി പറയില്ല എന്ന് നൂറയോട് ബിഗ് ബോസ് പറഞ്ഞിരുന്നു. പിന്നെ ഈ ചെരുപ്പ് ഉണ്ടാക്കുന്ന നല്ല ഒരു ടാസ്ക് തന്നെയാണ്, നല്ല പണി തന്നെയാണ്. ഇപ്പോൾ ഒരു ലൈവില് ഒരു വീഡിയോ കാണിക്കുന്നുണ്ട് എല്ലാവരെയും എങ്ങനെയാണ് ചെരുപ്പ് ഉണ്ടാക്കേണ്ടതെന്നുള്ളൊരു കാര്യം. ഇപ്പൊ ടാസ്കിന് മുമ്പുള്ള കാര്യങ്ങളാണ് ഇപ്പൊ നടക്കുന്നത്. ടാസ്ക് ഇപ്പൊ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. ഈ ഒരു വീഡിയോ അത്യാവശ്യം ലോങ് ആണ്. അതെല്ലാവരും കണ്ടിങ്ങനെ കിളിവാറിയിരിക്കുകയാണ്. ഇതൊക്കെയാണ് ലൈവിനകത്ത്. കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.